ഹായ് എവരി വൺ, ഞാൻ ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണല്ലോ. എഡിറ്റിംഗ് വേണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വേണം, അതേപോലെ തന്നെ നമുക്ക് ഷൂട്ടിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ റെഡി ആവുക എന്നുള്ളത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇന്ന് 2025 യു ഡോണ്ട് നീഡ് എ ഹൈ ക്വാളിറ്റി ക്യാമറ. നമുക്കൊരു ക്യാമറയുടെ ആവശ്യമൊന്നും വരുന്നില്ല, ഒരു എഡിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം ചെയ്യാൻ നമുക്കിന്ന് AI ടൂൾസ് ഉണ്ട്. നമ്മുടെ സ്വന്തം വോയിസ് പോലും നമുക്ക് ആവശ്യമില്ല, എല്ലാം വോയിസ് ഓവേഴ്സ് അടങ്ങിയ AI ടൂൾസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. യെസ്, വെൽക്കം ടു ദി വേൾഡ് ഓഫ് വീഡിയോ ജനറേഷൻ AI ടൂൾസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വീഡിയോ ജനറേഷൻ AI ടൂളായിട്ടുള്ള InVideo.ai എന്നുള്ള ടൂളാണ്. അപ്പോൾ നമുക്കിവിടെ ഗൂഗിളിൽ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യാം, InVideo.io. ഇതാണ് നമുക്ക് വരുന്ന റിസൾട്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വന്ന റിസൾട്ടാണ് InVideo.io. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. InVideo ഫോർ ബിസിനസ് ടീംസ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റിനെ വീഡിയോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. AI വീഡിയോ എഡിറ്റർ ഉണ്ട്, AI വോയിസ് ഓവർ ജനറേറ്റർ ഉണ്ട്, AI സബ് ടൈറ്റിൽ ജനറേറ്റർ ഉണ്ട്, AI സ്ലൈഡ് ഷോ മേക്കർ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജനറേറ്റ് AI വീഡിയോസ് വിത്ത് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് AI വീഡിയോ ജനറേറ്റർ പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ആൻഡ് ആഡിങ് വീഡിയോ ക്ലിപ്സ്, അതിലേക്ക് വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യുന്നു, സബ് ടൈറ്റിൽസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് ട്രാൻസിഷൻസ്, ആഡ് ഫിനിഷിംഗ് ടച്ചസ് വിത്ത് ആൻ ഇനിഷ്യേറ്റീവ് എഡിറ്റർ. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് വീഡിയോസ് അറ്റ് സ്കെയിൽ വിത്തൗട്ട് എനി ലേണിംഗ് കർവ്. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജനറേറ്റ് വീഡിയോ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ഏരിയയാണ് വന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഷോർട്ട് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് ടൈപ്പ് കിട്ടും. അതേപോലെ എക്സ്പ്ലെയിനർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. എക്സ്പ്ലെയിനർ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് മൈ സ്ക്രിപ്റ്റ്, നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതനുസരിച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാം. പിന്നെ വരുന്നത് ക്രിയേറ്റ് UGC ആഡ്, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, ഒരു ഹ്യൂമൻ ആക്ടറെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് റെഡിയാക്കാൻ സാധിക്കും. അതിനുശേഷം വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വർക്ക് ഫ്ലോസ്, ക്ലോൺ മൈസെൽഫ്, നമ്മൾ ക്ലോണിങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പറ്റുന്ന ഒരു നമ്പർ 1 AI ടൂളാണ് InVideo.ai. അപ്പോൾ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രാവൽ ബാഗിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ആണ്. ക്രിയേറ്റ് എ പ്രൊമോഷണൽ video showcasing how our travel bag makes weekend trips easier, featuring user testimonials, organized packing, stylish design, and stress-free travel scenes. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്താണോ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇത് ബിസിനസ് ആണ്, അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഓർഗാനിക് ടോയ് ബിസിനസ്, കാർ റെൻ്റൽ സർവീസസ്, ബ്യൂട്ടി പാർലർ, ഇങ്ങനെ എല്ലാ ബിസിനസ്സിനും നമുക്ക് വീഡിയോസ് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം പ്രോംപ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് മൈ വീഡിയോ എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിനുള്ള ലോഡിംഗ് ആണ്. അതായത് അനലൈസ് ചെയ്ത് ആ ഒരു പ്രോംപ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രോംപ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു. അതുപോലെ
അനലൈസ് ചെയ്തിട്ട് അതിന് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ട്രാവൽ ബാഗ് ഫോർ എഫോർട്ട്ലെസ് വീക്കെൻഡ് ഗേറ്റ്വേസ്, റിയൽ യൂസർ ടെസ്റ്റിമോണിയൽസ് ആൻഡ് സ്റ്റൈലിഷ് പാക്കിംഗ്. This video is not about travel bags for weekend trips, researching key features and testimonials. ഈ ഒരു വീഡിയോ എന്നുള്ളത് വീക്കെൻഡ് ട്രിപ്സിനുള്ള ട്രാവൽ ബാഗ്സിനെ പറ്റിയാണ്. അതേപോലെ തന്നെ അനലൈസ് ചെയ്തിട്ട് കിട്ടിയ ഡാറ്റയാണ്. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തണം, അതേപോലെ ടെസ്റ്റിമോണിയൽസ് ഉൾപ്പെടുത്തണം എന്നുള്ളത്. പിന്നെ ട്രാവൽ ബാഗ്സ് ഫോർ വീക്കെൻഡ് ട്രിപ്സ് കമ്പൈൻ ഓർഗനൈസ്ഡ് പാക്കിംഗ്, സ്റ്റൈലിഷ് ഡിസൈൻ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഫോർ സ്ട്രെസ് ഫ്രീ ട്രാവൽ. അപ്പോൾ കണ്ടന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കണ്ടന്റുകളും നമ്മളുടെ പ്രോംപ്റ്റിലുള്ള കണ്ടന്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ ടിക്ക് ഇട്ടതിന് ശേഷം കണ്ടന്റ് പ്രോസസ്ഡ് എന്നുള്ളൊരു ഇതിലും ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ തിങ്കിങ് ട്രൂ, ഇങ്ങനെ ലോഡിങ് കാണിക്കുന്നുണ്ട്. അത് വർക്കിങ്ങിലാണ്, പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിനുശേഷം പ്രിപ്പയറിങ് എന്നുള്ളത് വന്നിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ്സുകൾക്കുള്ളിൽ നമ്മുടെ വീഡിയോ റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലെറ്റ്സ് ഗോ എന്നുള്ളതിന് വന്നതിന് ശേഷം ക്രിയേറ്റീവ് സ്ട്രാറ്റജി, നമ്മളുടെ ട്രാവലിംഗ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വീക്കെൻഡ് ബാഗ് ടെസ്റ്റിമോണിയലാണ് ഇവിടെ. നെക്സ്റ്റ് ക്രിയേറ്റീവ് സ്ട്രാറ്റജിയിൽ ലക്ഷറി എഫോർട്ട്ലെസ് പാക്കിംഗ്, റിയൽ സ്റ്റോറീസ്, റിയൽ ഈസ്, ട്രാവലിംഗ് സ്റ്റൈൽ, ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണ്, അത് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഡ്യൂറേഷൻ വരുന്നത് 24 സെക്കൻഡ്സിൻ്റെ വീഡിയോ ആണ്. ഓക്കെയാണ്. പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റീൽസ്, യൂട്യൂബ്. ഞാനിവിടെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നുള്ളതിലേക്ക് ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലിക്ക് ജനറേറ്റ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ പ്രൊസീഡ് വിത്ത് സ്റ്റോക്ക് മീഡിയ ഫ്രീ ആയിട്ടുള്ളതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 5% ഓഫ് ദ വീഡിയോ ഈസ് റെഡി, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ റിമൂവ് വാട്ടർമാർക്ക് ഉള്ളത് പെയ്ഡ് ക്രൗൺ കാണിക്കുന്നത്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള വേർഷനിലാണ് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുള്ളൂ. നമ്മുടെ വീഡിയോയിൽ വാട്ടർമാർക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി വാട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് പേയ്മെന്റ് എടുത്തിട്ട്. Okay, I used to show up places, I looking like I packed in a tornado, but this weekender bag literally changed my life. Like, I'm actually organized now, and my clothes don't look like they've been through a blender. It keeps everything in place and looking fresh. Now I actually look put together when I arrive to show up places, I looking like I packed in a tornado, but this weekender bag literally changed my life. Like, I'm actually organized now, and my clothes don't look like they've been through a blender. It keeps വീഡിയോ വെച്ചിട്ടുണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് പിക്ചറി എന്നുള്ളൊരു ടൂള് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ വീഡിയോ യൂസ് ചെയ്തുണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടൂൾ ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് Pictory.ai. ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് വെബ്സൈറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദ ഈസിയസ്റ്റ് വേ ടു ക്രിയേറ്റ് പ്രൊഫഷണൽ വീഡിയോസ് ഫോർ എവറി വൺ. ക്രിയേറ്റ് എൻഗേജിങ് വീഡിയോസ് ഇൻ മിനിറ്റ്സ് യൂസിങ് ദ പവർ ഓഫ് AI. അപ്പോൾ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. പിക്ചറി എന്ന് പറയുന്നത് ഒരു ലോങ് ഫോം ഓഫ് വീഡിയോ കണ്ടന്റിനെ നമുക്ക് നല്ലൊരു എൻഗേജിങ് സ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന മെയിൻ ആയിട്ട് അതിനാണ് ഈ ഒരു പിക്ചർ യൂസ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഫുട്ടേജസും സബ് ടൈറ്റിൽസും ഐഡിയൽ ഫോർ ഫേസ്ലെസ് വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. നമുക്കിതിൽ ടെക്സ്റ്റ് ടു വീഡിയോ, ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആക്കാൻ പറ്റും. ഒരു വെബ്സൈറ്റിന്റെ URL കൊടുത്തിട്ട് നമുക്ക് വീഡിയോസ് ആക്കാൻ പറ്റും. AI വീഡിയോ എഡിറ്റർ ഉണ്ട്. ഇമേജസിനെ വീഡിയോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. PPT പ്രസന്റേഷൻ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീഡിയോ ആക്കി മാറ്റുന്നു. ഇങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ് പിക്ചറി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത പ്രോംപ്റ്റ് തന്നെ എൻ്റർ ചെയ്തിട്ട് എങ്ങനത്തെ റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിക്ചറിൽ ലോങ് ഫോം ഓഫ് കോണ്ടന്റിനെയാണ് ഇവിടെ വീഡിയോ ആക്കി മാറ്റുന്നത് മെയിൻ ആയിട്ട്. ഇപ്പൊ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിനെ ക്രിയേറ്റ്
weekend trips. Weekend trips easier featuring user testimonials, organized packing, stylish design, and stress-free travel scenes. അതിനുശേഷം നമുക്കിവിടെ ഡ്യൂറേഷൻ ഉള്ളത് ഇവിടെ വരും. റേഷ്യോ, വീഡിയോയുടെ റേഷ്യോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഇപ്പോൾ ലോഗോ ആഡ് ചെയ്യണം, അതും കൂടെ ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് ലോഗോ, ബ്രാൻഡ് കളേഴ്സ്, ബ്രാൻഡ് ഫോണ്ട് ഇത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതേ ടൈപ്പ് വീഡിയോസ് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇവിടെ ഐഡിയ ടു വീഡിയോ എന്നുള്ളതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഐഡിയ പ്രോംപ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ക്രിപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇതിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, റീഫ്രേസ് ചെയ്യാം, വീഡിയോ ടൈപ്പ് ചൂസ് ചെയ്യാം. എക്സ്പ്ലെയിനർ മാർക്കറ്റിംഗ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോമിൽ ചൂസ് ചെയ്യാം. പ്ലാറ്റ്ഫോം ഇവിടെ പിൻട്രസ്റ്റ് അല്ല, ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പെർസ്വാസീവ്, കൺവേഴ്സേഷൻ, പ്രൊഫഷണൽ ട്രെയിനിങ്, ഏത് മോഡലാണെങ്കിലും നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇതൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡിൻ്റെ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രാൻഡിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബ്രാൻഡിന് ഒരു ലോഗോ അത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം വീഡിയോ ക്രിയേറ്റ് ചെയ്ത അതുപോലെ റേഷ്യോ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 9:16 റീലിൻ്റെ സൈസാണ് സെലക്ട് ചെയ്യുന്നത്. സീൻസിൽ എന്തെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് വീഡിയോ, ഇതൊക്കെ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്ലീസ് വെയിറ്റ് വൈൽ ദ വീഡിയോ സ്റ്റോറിബോർഡ് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. അപ്പോൾ ടെക്സ്റ്റ് ടു വിഷ്വൽസ് ആർ റെഡി ആയിട്ടുണ്ട്. 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്യിക്കാം.
നമുക്കിതൊന്ന് പ്ലേ ചെയ്യിക്കാം. അടിപൊളി വീഡിയോ ഓപ്പൺ ചെയ്ത് ടെക്സ്റ്റ് ഇൻറ്റു വീഡിയോസ് വിത്ത് AI വോയിസസ്. ഇവിടെ വോയിസും കൂടെയാണ് കുറച്ചും കൂടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ട്രാൻസ്ഫോം യുവർ ഐഡിയാസ് ഇൻറ്റു സ്റ്റണ്ണിങ് വീഡിയോസ് വിത്ത് അവർ AI വീഡിയോ ജനറേറ്റർ. ഈസി ടു യൂസ് ടെക്സ്റ്റ് ടു വീഡിയോ എഡിറ്റർ ഫീച്ചറിംഗ് ലൈക്ക് voice overs, dynamic AI video clips and a wide range of AI powered features. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഐഡിയ തന്നെ പ്രോംപ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഐഡിയ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ആക്കി കിട്ടുന്നുണ്ട്. സ്ക്രിപ്റ്റ്, ഒരു വലിയൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിനെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് റെഡിയാക്കാൻ പറ്റും, വീഡിയോ ആക്കിയിട്ട് കിട്ടും. URL, ഒരു വെബ്സൈറ്റിൻ്റെ URL ഒക്കെ ഇതിൽ പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്ത് തരുന്നു. PPT, ട്രാൻസ്ഫോം യുവർ പ്രസൻറ്റേഷൻസ് ഇൻറ്റു സ്റ്റണ്ണിങ് വീഡിയോസ് ആക്കിയിട്ട് PPTനെ മാറ്റിത്തരും. ബ്ലോഗിൻ്റെ URL ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഡിസൈൻ ചെയ്ത് ഓഡിയോയുടെ ഭാഗമാണ്. ഓഡിയോയിൽ നമുക്കിങ്ങനെ AI വോയിസ് ഓവർ ജനറേറ്റേഴ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഡിസൈൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. സോഷ്യൽ മീഡിയയിലേക്കുള്ള പോസ്റ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനെല്ലാം ഈ ഫ്ലിക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഐഡിയ, നമ്മളെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ട്രാവൽ ബാഗിൻ്റെ ഒരു പ്രോംപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റ് എ പ്രൊമോഷൻ വീഡിയോ ഷോക്കേസിങ് how our travel bag makes weekend trips easier, featuring user testimonials.
ഓർഗനൈസ്ഡ് പാക്കിംഗ്, സ്റ്റൈലിഷ് ഡിസൈൻ ആൻഡ് സ്ട്രെസ് ഫ്രീ ട്രാവൽ സീൻസ്. ഇത്രയും കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും ഫയൽ ഓപ്ഷനിലായിട്ട് നമുക്കിവിടെ ഫയൽസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് വരുന്നത്. ആദ്യം പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള സെക്ഷനിലേക്ക് എത്തും. ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സൈസ് ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് 9:16 വേണോ, 1:1 വേണോ, 16:9 വേണോ എന്നുള്ളത് ലാൻഡ്സ്കേപ്പ് മോഡൽ വേണം. ഞാനിവിടെ 9:60 എന്നുള്ള സൈസിൽ എടുക്കുകയാണ്. അപ്പോൾ വരുന്ന ടെംപ്ലേറ്റ് ഈ ഒരു ടെംപ്ലേറ്റ് മാത്രം സോഷ്യൽ മീഡിയ സ്റ്റോറിക്കുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ഇതൊന്ന് ചേഞ്ച് എടുത്തിട്ട് ഇതന്നെ ട്രൈ ചെയ്യാം സ്റ്റോറിക്ക് എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോംപ്റ്റ് എൻ്റർ ചെയ്തു, ടെംപ്ലേറ്റ് റെഡിയായി. സ്റ്റൈൽസ് ചൂസ് ചെയ്യുന്ന സെക്ഷനാണ് ഇവിടെ. നമുക്ക് അതായത് സ്റ്റൈൽസിൽ ലാംഗ്വേജ്, കൺട്രി, പിന്നെ ടോൺ, എനർജറ്റിക്, ഇൻഫോർമേറ്റീവ്, സ്റ്റൈലിഷ്, റിലാക്സിങ്, ഒതൻറ്റിക് ആൻഡ് അതർ. അപ്പം നമുക്കിതിലൊരു സ്റ്റൈല് ഇൻഫോർമേറ്റീവ് എന്നുള്ളത് എടുക്കാം. പർപ്പസ് സോഷ്യൽ മീഡിയ ആഡ്, വീഡിയോ, വെബ്സൈറ്റ് പ്രൊമോ, ഇമെയിൽ ക്യാമ്പയിൻ, പ്രൊഡക്റ്റ് ഡെമോ. നമുക്ക് പ്രൊഡക്റ്റ് ഡെമോ എന്നുള്ളത് സെക്ഷൻ എടുക്കാം. ഓഡിയൻസ്, ഫ്രീക്വന്റ് ട്രാവലേഴ്സ്, വീക്കെൻഡ് അഡ്വഞ്ചേഴ്സ്, സ്റ്റൈൽ കോൺഷ്യസ് ട്രാവലേഴ്സ്, മിനിമലിസ്റ്റ് പാക്കേഴ്സ്. അപ്പം നമുക്ക് മിനിമലിസ്റ്റ് പാക്കേഴ്സ് എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റൈൽ സാമ്പിൾ സ്ക്രിപ്റ്റ്, റൈറ്റിംഗ് സ്റ്റൈൽ എന്തോസിയാസ്റ്റിക് ആൻഡ് റിലയബിൾ ലൈക്ക് എ ട്രാവൽ ബ്ലോഗ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും റെഡിയായി, പ്രോംപ്റ്റ് ആയി, ടെംപ്ലേറ്റ് കിട്ടി, സ്റ്റൈൽസ് ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നല്ലൊരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യും നമ്മളുടെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള. അപ്പോൾ അത് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ AI റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്ന കസ്റ്റമൈസേഷൻ ആണ്. ഇവിടെ സ്റ്റോക്ക് മീഡിയ ചേഞ്ച് എടുത്തണം. AI അവതാറും ബ്രാൻഡ് കിറ്റും ഇവിടെ പെയ്ഡ് ആണ്, ലോക്ക്ഡ് ആണ്, അതായത് ഫ്രീയിൽ അവൈലബിൾ അല്ല. AI മീഡിയ സിനിമാറ്റിക് വേണോ എന്നുള്ളതാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സിനിമാറ്റിക് തന്നെ എടുക്കുകയാണ് ഡിഫോൾട്ടായിട്ട്. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്റ്റോക്ക് മീഡിയ ഇനി നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെയാണ്. വോയിസ് ഓവർ അനന്യ എന്നുള്ള ഒരു വോയിസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. യുവർ ഫയൽ ഈസ് ബീങ് ക്രിയേറ്റഡ്, പ്ലീസ് വെയിറ്റ്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വീഡിയോ റെഡി ആവും. ഒത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ഇപ്പോൾ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് Tired of weekend trip stress? Tired of weekend trip stress? Our new travel bag makes packing effortless. Its organized compartments and stylish design mean less fuss, more fun. As one happy traveler shared, this bag is a game changer. Embrace minimalist packing and enjoy truly stress-free adventure. Tired of weekend trip stress? Our new travel bag makes packing effortless. Its organized compartments and stylish design mean less fuss, more fun. As one happy traveler shared, this bag is a game changer. Embrace minimalist packing and enjoy truly stress-free adventures. Ready for your next escape? Steve.ai ഒരു AI tool beyond prompt to video. Create videos with AI. അപ്പോൾ the real genius of Steve 1 AI 3.0 Steve.ai, an AI tool beyond prompt to video. The real genius of Steve AI 3.0 is that you don't 3.0 is that you don't have to be a video creation expert. നിങ്ങളൊരു വീഡിയോ ക്രിയേഷൻ എക്സ്പേർട്ട് ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ റിയൽ ജീനിയസ് ഓഫ് സ്റ്റീവ് AI 3.0 നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് വീഡിയോസ് വിത്ത് AI ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് steve.aiയുടെ ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ കൊടുത്ത സെയിം പ്രോംപ്റ്റിന് ഇവിടെയും എൻ്റർ ചെയ്യാം. ഇവിടെ വെറും 3 സ്റ്റെപ്സ് വരുന്നുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് പ്രോംപ്റ്റ് ആ ട്രാവൽ ബാഗിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റിന് എൻ്റർ ചെയ്യാം. ക്രിയേറ്റ് പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് എ പ്രൊമോ വീഡിയോ. Create a promo video showcasing how our travel bag makes weekend trips easier, featuring user testimonials, organized packing, stylish design and stress-free travel scene. അപ്പോൾ നമുക്ക് ജനറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ എല്ലായിടത്തും കറക്റ്റായിട്ടുള്ളൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുക. ആ സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ വെബ്സൈറ്റ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. 60 സെക്കൻഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്, അത് മതി. കസ്റ്റം ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാം. അപ്പോൾ 60 സെക്കൻഡ്സിലുള്ള ഡ്യൂറേഷനിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. AI വോയിസ് മെയിൽ വേണോ ഫീമെയിൽ വേണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫീമെയിൽ ആക്കിയിട്ടൊന്ന് നോക്കാം. BGM എനേബിൾ ചെയ്യാം, വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ലാംഗ്വേജ് ഇംഗ്ലീഷ്, കാറ്റഗറി പ്രൊമോഷണൽ ആഡ്സ് തന്നെ സെലക്ട് ചെയ്യാം. ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാന്നുള്ളതിലേക്ക് കിടക്കാം. ഇവിടെ സ്റ്റോക്ക് വീഡിയോസ് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ വേണമെങ്കിൽ ചേഞ്ച് വരുത്താൻ ജനറേറ്റീവ് AI വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്. ഇങ്ങനെയാണ് സെക്ഷൻ 1 സ്ക്രിപ്റ്റ്, നെക്സ്റ്റ് ടെംപ്ലേറ്റ്, പ്രിവ്യൂ. ഈ ഒരു 3 സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളെ വീഡിയോ റെഡി ആവും. ഒരു സീൻ 11 സീൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സീൻ ബൈ സീൻ നമുക്ക് ഇത് വീഡിയോ ജനറേറ്റ് ചെയ്തിരും. അതിൽ നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇവിടെ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. വീഡിയോ ഈസ് ഗെറ്റിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രാവൽ ബാഗിൻ്റെ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടും. നെക്സ്റ്റ് യുവർ വീഡിയോ ഈസ് റെഡി ഫോർ പ്രിവ്യൂ ആകാനുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് Travel bag promotional video. Ready for your next weekend adventure? Let's pack smart. Meet the travel bag that simplifies your trips. Don't just take our word for it. Hear from our happy travelers. I love how organized I can be. Everything has its place. Pack it all, from clothes to tech. It's got you covered. Style matters too. This bag will turn heads at the airport. Nobody likes stress when traveling. It's all about ease. Just grab and go. Your travel bag is ready for any trip. Join the community of excited travelers. Pack smarter today. Don't miss out. Get your travel bag now and make every trip effortless. നല്ലൊരു വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഒരു സീൻ ബൈ സീൻ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ചേഞ്ച് കളർ ലേഔട്ട് ചേഞ്ച് ചെയ്യാം, കളറ് ഇതിലെല്ലാം മാറ്റി നമുക്ക് ഈ ഒരു കളർ ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു കളർ പാലറ്റിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ലോഗോ ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ല. നമ്മുടെ ലോഗോ ആഡ് ചെയ്യുന്നത് ഫ്രീയിൽ അവൈലബിൾ അല്ല. എന്നാൽ നമുക്ക് പെയ്ഡ് വേർഷനിൽ ലോഗോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവും.
നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. I never knew how much a travel bag could change my weekend trips until I found this one. It's designed for organized packing with compartments for everything. Clothes, toiletries, even my tech gadgets. I can fit all my essentials without the chaos. Plus, it looks great. I love that I can travel in style. And the best part? The stress-free travel service takes care of my luggage, so I can focus on enjoying my getaway. User testimonials rave about it, and I totally get why. This bag has truly transformed my travel experience. I love how organized I can be. Everything has its place. Pack it all, from clothes to tech. It's got you covered. Style matters too. This bag will turn heads at the airport. Nobody likes stress when traveling. It's all about ease. Just grab and go. Your travel bag is ready for any trip. Join the community of excited travelers. Pack smarter today. Don't miss out. Get your travel bag now and make every trip effortless. നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കല്ലേ, എൻ്റെ ഒക്കെ തെറ്റൂലേ. വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോസ് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റിംഗ് ഒരു ടൂളും കൂടെ ആയാലും അഡീഷണൽ ആയിട്ട് എന്ന് പറയുന്ന ഒരു ടൂളാണ് ക്ലിപ്പ് ചാമ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതാണ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ വെച്ചിട്ട് വീഡിയോസിനുള്ള കണ്ടന്റ് ഐഡിയാസ് തൊട്ട് ഇൻസ്റ്റാഗ്രാം ഇൻട്രോസ് എല്ലാം കിട്ടും. നല്ലത് ഇതൊരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം ഫോർ യൂട്യൂബ്. അപ്പോൾ ക്രിയേറ്റ് യൂട്യൂബിന് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് മീഡിയയിൽ പോയിട്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുക. അതേപോലെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ ഡാഷ്ബോർഡ് ഡ്രാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു AI ടൂളാണ് ക്ലിപ്പ് ചാമ്പ്. വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഈ ഒരു ലൈൻ ഇവിടെ ഫൈൻഡ് ട്രെൻഡിങ് കീവേഡ്സ് സെർച്ച് ചെയ്യാം. ടെച്ച് വീഡിയോ ഐഡിയാസ് ഇവിടെ കിട്ടുന്നു. ഫൈൻഡ് ട്രെൻഡിങ് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം. ക്രിയേറ്റ് തംബ്നെയിൽസ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ ആൻഡ് ക്യാമറ. ഇതൊരു AI കോച്ച് ആയിട്ടും അതുപോലെ നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും സ്ക്രീൻ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നു. ഓഡിയോ മാത്രമായിട്ടും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ജനറേറ്റ് എന്നുള്ളതിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കോണ്ടന്റ് ലൈബ്രറി. ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആഡ് ചെയ്യാം. ഷേപ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ടെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് ബോക്സസ് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ എല്ലാം ഇവിടുന്ന് കിട്ടും. ടൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ടെംപ്ലേറ്റ്സ് നമുക്കിപ്പോ വീഡിയോയ്ക്ക് വേണ്ട ടെംപ്ലേറ്റ്സ് നമ്മുടെ ഈ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് ഒരു ഇൻട്രോ വീഡിയോ ആണ് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസിഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തംബ്നെയിൽസും അതേപോലെ ഒരു വീഡിയോക്ക് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും കണ്ടന്റും ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇവിടെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് ഗ്രാൻഡ് കിറ്റ്. ഇതിപ്പോൾ ഫ്രീ ആയിട്ടുള്ളതിൽ അവൈലബിൾ അല്ല, പെയ്ഡ് ആണ്. ലോഗോസും കളേഴ്സും ഒക്കെ നമുക്ക് എല്ലാ വീഡിയോസിനും വേണ്ട ലോഗോസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ വെർഷനിൽ അവൈലബിൾ അല്ല എന്നുള്ളത്. പിന്നെ ക്യാപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ ജനറേറ്റ് ചെയ്യും. ടെക്സ്റ്റ് അതുപോലെ പിക്ചർ പിന്നെ ഫെയ്ഡ് എഫക്ട്സ് വളരെയധികം എഫക്ട്സുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. വിഡിക്യൂ ആൻഡ് ക്ലിപ്പ് ചാമ്പ് ഈ ഫിൽറ്റേഴ്സ് നമ്മുടെ വീഡിയോസിന് എങ്ങനെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എഫക്ട്സ് നമുക്ക് ഫ്ലാഷ് എഫക്ട്സ് ഓരോ എഫക്ട്സിന്റെ സ്പീഡും കാര്യങ്ങളും നമുക്കിതിൽ ടൈറ്റിൽ ടോപ്പ് വീഡിയോ ജനറേഷൻ ഒരു ഡിസ്ക്രിപ്ഷൻ ടയർഡ് ഓഫ് സ്പെൻഡിങ് ഹവേഴ്സ് ക്രിയേറ്റിംഗ് വീഡിയോസ് ഫ്രം സ്ക്രാച്ച്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ടാഗ്സും വന്നിട്ടുണ്ട്. പിന്നെ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഇതെല്ലാം ചേഞ്ച് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോസ് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ അത്യാവശ്യം റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. അതിന് ശേഷം വീഡിയോ റെഡി ആയിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ എഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടുന്നു. പിന്നെ ശേഷം ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാം.
ഇവിടെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വിഷ്വലി ഗ്യാപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യാനും സാധിക്കും. വിഷ്വലി ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്കിപ്പോൾ വീഡിയോസ് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ എഡിറ്റിങ്ങിന് ഒരു ടൂളും കൂടെ ആയാലും അഡീഷണൽ ആയിട്ട് എന്ന് പറയുന്ന ഒരു ടൂളാണ് ക്ലിപ്ചാമ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതാണ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വീഡിയോ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇൻട്രോസുകളെല്ലാം കിട്ടും. നല്ല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് മീഡിയയിൽ പോയിട്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസോ നമുക്ക് ഇവിടുന്ന് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുക. അതേപോലെ ഇവിടേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എഡിറ്റേഴ്സ് ഉള്ള നല്ലൊരു AI ടൂളാണ് ക്ലിപ്ചാമ്പ്. വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഈ ഒരു ലൈൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ട്രിം ചെയ്യാം. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതേപോലെ തന്നെ ഇതിൽ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ ആൻഡ് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ക്യാമറ മാത്രം ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അതേപോലെ സ്ക്രീൻ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓഡിയോ മാത്രമായിട്ടും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു കോണ്ടന്റ് ലൈബ്രറി ഉണ്ട്. വിഷ്വൽസും ഷേപ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ടെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് ബോക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ടെംപ്ലേറ്റ്സ്, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് വേണ്ട ടെംപ്ലേറ്റ്സുകൾ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലേക്ക് ഒരു ഇൻട്രോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസിഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ക്രോസ് ഫെയ്ഡ്, ഈ ഒരു വീഡിയോക്ക് ട്രാൻസിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസിഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് ഗ്രാൻഡ് കിറ്റ്. ഇതിപ്പോൾ ഫ്രീ ആയിട്ടുള്ളതിൽ അവൈലബിൾ അല്ല, പെയ്ഡ് ആണ്. ലോഗോസും കളേഴ്സും ഒക്കെ നമുക്ക് എല്ലാ വീഡിയോസിനും വേണ്ട ലോഗോസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ വെർഷനിൽ അവൈലബിൾ അല്ല എന്നുള്ളത്. പിന്നെ ക്യാപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ വീഡിയോക്ക് വേണ്ട ക്യാപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഫെയ്ഡ് എഫക്ട്സ്, വളരെയധികം എഫക്ട്സുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഈ ഫിൽറ്റേഴ്സ് നമ്മുടെ വീഡിയോസിന് നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എഫക്ട്സ്, നമുക്ക് ഫ്ലാഷ് എഫക്ട്സ്, ഓരോ എഫക്ട്സിൻ്റെ സ്പീഡും കാര്യങ്ങളും നമുക്കിതിൽ ഇതാക്കാൻ പറ്റും. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇതിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഈ ഒരു രീതിയിൽ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് ഇതെല്ലാം ചേഞ്ച് ചെയ്യാം. സാച്ചുറേഷൻ, ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വീഡിയോസ്. പിന്നെ സ്പീഡും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വീഡിയോസ്ക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീഡിയോ റെഡി ആയിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ എഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടുന്നു. പിന്നെ ശേഷം ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വിഷ്വലി ഗ്യാപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യാനും സാധിക്കും. വിഷ്വലി ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.